നമസ്കാരം പ്രിയമുള്ളവരെ. ഇറാൻ ഇസ്രായേൽ അപ്രഖ്യാപിത യുദ്ധം അതൊരിക്കലും പ്രഖ്യാപിക്കപ്പെട്ട യുദ്ധമായിരുന്നില്ല, അപ്രഖ്യാപിത യുദ്ധമായിരുന്നു. അത് ഒരു വെടിനിർത്തലിലോട്ട് വരുന്നു എന്ന ചർച്ച ഉയരുമ്പോൾ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട രൂപരേഖകൾ, എങ്ങനെയാണ് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വരിക എന്നതുമായി ബന്ധപ്പെട്ട രൂപരേഖകളൊന്നും തയ്യാറായിട്ടില്ലെങ്കിലും മാധ്യമങ്ങളിൽ ഒരു വെടിനിർത്തൽ കരാറിലോട്ട് പോകുന്നു എന്ന വാർത്ത ഇറാനും ഇസ്രായേലും സ്ഥിരീകരിക്കുന്നു. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ കൂടി ഉണ്ടായി എന്ന വാർത്തയും പുറത്തു വരികയാണ്. നമ്മൾ ഈ യുദ്ധം വിലയിരുത്തുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം വിജയിച്ചു എന്നോ പരാജയപ്പെട്ടു എന്നോ പറയുവാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഏകപക്ഷീയമായിരുന്നില്ല യുദ്ധം. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ അതിന്റെ ചരിത്രത്തിൽ ആദ്യമായി കിട്ടി എന്നത് വളരെ വലിയ ഒരു സത്യമായി നിൽക്കുന്നു. ആരെങ്കിലും ഇറാനി യുദ്ധത്തിൽ തോറ്റു എന്ന് പറഞ്ഞാൽ അത് സ്ഥിതിഗതികൾ പഠിക്കാതെയും അല്ലെങ്കിൽ അവരെ വിഡ്ഢികളുടെ സ്വർഗത്തിൽ എന്ന് പറയാം. കാരണം ഇസ്രായേൽ യുദ്ധം തുടങ്ങുമ്പോൾ പറഞ്ഞ രണ്ടു കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ, ആണവ ശേഖരം അത് പൂർണ്ണമായി നശിപ്പിക്കും. രണ്ട്, ഇറാനിൽ ഭരണ അട്ടിമറി, അവിടുത്തെ ഭരണകൂടത്തെ മാറ്റും. ഇത് രണ്ടും സാധിക്കാതെയാണ് ഇസ്രായേൽ പറഞ്ഞ യുദ്ധപ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നിറവേറാതെയാണ് ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിക്കുന്നത് എന്ന് വരുമ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇസ്രായേലിന്റെ പരാജയമായിട്ട് തന്നെ പരിഗണിക്കാം. മറ്റൊന്ന്, ഈ പ്രഖ്യാപനം നടത്തുന്നത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആത്മസുഹൃത്തായ, എക്കാലത്തും ഇസ്രായേലിനെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്ന, ഇസ്രായേലിന് വേണ്ടി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച അമേരിക്കയാണ് എന്ന് പറയുമ്പോൾ ഇത് ഇസ്രായേലിന്റെ അഭ്യർത്ഥന പ്രകാരം, ഇസ്രായേലിന്റെ നിർദ്ദേശപ്രകാരം അമേരിക്ക നടത്തുന്ന ഒരു നീക്കമായി നമുക്ക് അനുമാനിക്കാം. കാരണം ഇസ്രായേൽ അത്രത്തോളം പെട്ടുപോയിരിക്കുന്നു, അതുകൊണ്ട് അമേരിക്ക രക്ഷയ്ക്കെത്തുന്നു എന്ന ഒരു നിഗമനത്തിലാണ് സ്ഥിതിഗതികളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. അങ്ങനെ തന്നെയായിരിക്കും യാഥാർത്ഥ്യവും. കാരണം ഇപ്പോൾ അല്ലെങ്കിൽ ഇസ്രായേൽ ഒരു യുദ്ധ വെടിനിർത്തൽ കരാറിലോട്ട് മുന്നോട്ട് വരില്ല. തങ്ങൾ വിജയിച്ചു നിൽക്കുന്ന ഒരു യുദ്ധത്തിലും ഇസ്രായേൽ അങ്ങനെ ഒരു വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ട ചരിത്രവുമില്ല. നമുക്കറിയാം 2006 ലെബനനിൽ കടന്നുകയറി ഹിസ്ബുള്ളയെ നശിപ്പിക്കാനുള്ള ശ്രമത്തിൽ അവിടെ ഇസ്രായേലിന് കരയുദ്ധത്തിൽ വലിയ തിരിച്ചടിയേറ്റു. അത് അമേരിക്കൻ പത്രങ്ങൾ വരെ അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിച്ചത്, ഇസ്രായേൽ യുദ്ധത്തിൽ പരാജയപ്പെടുന്നത്. അപ്പോൾ ഇസ്രായേൽ ഒരു വെടിനിർത്തൽ കരാറുമായിട്ട് മുന്നോട്ട് വന്നു. അതിന് നയതന്ത്രപരമായ അല്ലെങ്കിൽ തന്ത്രപരമായ നടപടികൾ അല്ലെങ്കിൽ പിന്മാറ്റം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. ഇസ്രായേൽ തന്ത്രപരമായി ഒരു വെടിനിർത്തൽ കരാറിലോട്ട് ഏർപ്പെടുന്നു എന്നതാണ് വാസ്തവം. അല്ലെങ്കിൽ ഇസ്രായേലിന് വലിയ വിഘാതങ്ങൾ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയും. കാരണം ഇറാൻ തങ്ങൾക്ക് നേരെ ഉണ്ടായ എല്ലാ ആക്രമണങ്ങൾക്കും തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷം കൂടിയായിരുന്നത്. അപ്പോൾ ശത്രുപക്ഷത്തുള്ള ഇസ്രായേലും അമേരിക്കയും ഒരു വെടിനിർത്തൽ കരാറിലോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ സ്ഥിതിഗതികൾ അവർ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം. പ്രത്യേകിച്ചും നമ്മൾ യുദ്ധത്തിന്റെ ആദ്യ രംഗങ്ങൾ അല്ലെങ്കിൽ അപ്രഖ്യാപിത യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസം ഞാൻ പോലും പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ ഈ ലോകഗതികളൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ വിചാരിച്ചത് ഇറാൻ ഒരിക്കലും തിരിച്ചടിക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാകില്ല. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാരണം ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആകെ തകർന്നു കഴിഞ്ഞു. ഇറാന്റെ തന്ത്രപ്രധാനപ്പെട്ട എല്ലാ സൈനിക ഉദ്യോഗസ്ഥന്മാരും, അവരുടെ IRGCയുടെ തലവൻ ഉൾപ്പെടെ, അവരുടെ സംയുക്ത സൈനിക മേധാവി ഉൾപ്പെടെ, 5ഓളം ആണവ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ ഒറ്റ ദിവസം കൊണ്ട് കൊല ചെയ്യപ്പെട്ടു. ഇറാന്റെ എല്ലാ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളും ആക്രമിക്കപ്പെട്ടു. ഇറാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക്, സൈനിക പ്രതിസന്ധികളിലേക്ക് കടന്നു പോകുന്നു എന്നത് ലോകം ചർച്ച ചെയ്തതാണ്. പക്ഷേ അടുത്ത നിമിഷം ഇറാൻ വല്ലാതൊരു തിരിച്ചുവരവ് നടത്തി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം. അവര് തങ്ങളുടെ രാജ്യത്ത് കടന്നു കയറിയ മൊസാദിന്റെ ചാരന്മാരാണ് ഇതൊക്കെ ഏകോപിക്കുന്നത്. ഇസ്രായേലിന് വേണ്ടി തങ്ങളുടെ സ്ഥലങ്ങൾ കൃത്യമായി ചോർത്തിക്കൊടുക്കുന്നത് ഇസ്രായേലി സൈന്യത്തിന് വേണ്ടി എന്ന് തിരിച്ചറിഞ്ഞു. അവരെ രാജ്യം മൊത്തവും റെയ്ഡ് ചെയ്തു പിടിച്ചു. അവരെ മിക്കപ്പോഴും പണിഷ് ചെയ്തു. ചിലരൊക്കെ ഇങ്ങനെ പിടികൂടുന്നതിന് മുമ്പ് മൊസാദിന്റെ ഏജന്റുമാർ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയും പുറത്തു വന്നു. അതിനുശേഷം ഇറാൻ കൃത്യമായി തന്നെ ഇസ്രായേലിന്റെ ഇത് ഏകോപിപ്പിക്കുന്ന മൊസാദിന്റെ ഓപ്പറേഷൻ ഓഫീസ് തകർത്തു. അങ്ങനെ ഇവരുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഏകോപനവും, ഇസ്രായേലി ചാരന്മാരും മൊസാദുമായി ബന്ധപ്പെട്ട എല്ലാ ഏകോപനവും, അവരുടെ ഏകീകരണവും തകർത്തു കഴിഞ്ഞു. പിന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു അവകാശവാദം എന്ന് പറയുന്നത് അയൺ ഡോമുകളിൽ അവർ ചില കോഡുകൾ യൂസ് ചെയ്ത് അതിൻ്റെ ഒരു പ്രവർത്തനം ഇല്ലാതാക്കി എന്നതുമായി ബന്ധപ്പെട്ടാണ്. ടൈംസ് ഓഫ് ഇന്ത്യ അത് വീഡിയോ സഹിതം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. നമുക്കത് വ്യക്തമായതാണ്. കാരണം അയൺ ഡോമുകൾ ഇറാൻ വിക്ഷേപിക്കുന്ന മിസൈലുകൾ പ്രതിരോധിക്കുവാൻ വേണ്ടി അവരുടെ ഭ്രമണപഥത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ വിക്ഷേപിക്കപ്പെടുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചധികം നേരം മുന്നോട്ട് പോയതിനു ശേഷം ഒന്ന് വട്ടം തിരിഞ്ഞ് തിരികെ വിക്ഷേപിച്ച സ്ഥലത്തേക്ക് വന്ന് പൊട്ടിത്തെറിക്കുന്നു. അത് ഇറാൻ വളരെ വീഡിയോ സഹിതം വ്യക്തമാക്കിയതാണ്. അയൺ ഡോമുകൾ തങ്ങൾക്ക് കടന്നു കയറുവാൻ കഴിഞ്ഞു. അവരെ കോഡുകൾ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ പ്രവർത്തനം നിർത്തുവാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ ഇറാൻ പറഞ്ഞത് തങ്ങൾ ജാമറുകൾ, സിഗ്നൽ ജാമറുകൾ ഉപയോഗിച്ച് ഇസ്രായേലിൽ
ഈ മിസൈൽ അലർട്ടുകൾ വരുന്നത് തടഞ്ഞു നിർത്തി എന്നൊക്കെയാണ്. അത് വളരെ ഉദാഹരണ സഹിതം തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെയൊക്കെ ഇസ്രായേലിൽ മിസൈലുകൾ വരുന്നതിന് വളരെ നേരത്തെ തന്നെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ മൊബൈൽ അലർട്ടുകൾ മെസ്സേജുകൾ വരുമായിരുന്നു. ഈ സ്ഥലത്ത് ആണ് മിസൈൽ പതിക്കാൻ സാധ്യത എന്ന്. പക്ഷേ ഇറാന്റെ ഈ ജാമറുകൾ നിമിത്തം അങ്ങനെയുള്ള മെസ്സേജുകൾ ലഭിക്കുന്നത് വളരെ താമസിച്ചായിരുന്നു. ഏകദേശം മിസൈൽ പതിക്കുന്നതിന് 5 മിനിറ്റുകൾ മുമ്പൊക്കെയായി എന്ന സ്ഥിതിവിശേഷം വന്നു. അങ്ങനെ വളരെ കൃത്യമായിട്ട് തന്നെ ഇസ്രായേലിന്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും നിശ്ചലമാക്കുവാൻ ഇറാന് കഴിഞ്ഞു എന്നൊരു സവിശേഷത കൂടി ഈ യുദ്ധത്തിലുണ്ട്. തിരിച്ചും ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇറാന്റെ ഒരുപാട് പ്രമുഖരായ ആണവ ശാസ്ത്രകാരന്മാർ വധിക്കപ്പെട്ടു, അവരുടെ എയർപോർട്ടുകൾ ആക്രമിക്കപ്പെട്ടു, അവരുടെ നാഷണൽ TV വരെ ഹാക്ക് ചെയ്യുന്ന സമ്പ്രദായമുണ്ടായി, അത് ആക്രമിക്കപ്പെടുന്ന സംവിധാനമുണ്ടായി. പക്ഷെ തിരിച്ചും ഇസ്രായേലിന്റെ ഹൈഫ പോലെയുള്ള തന്ത്രപ്രധാനമായ വ്യാവസായിക വാണിജ്യ നഗരങ്ങൾ, തുറമുഖ നഗരം എന്ന് തന്നെ പറയാം, ഹൈഫ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ വാണിജ്യ നഗരമാണ്, അത് ആക്രമിക്കപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഇസ്രായേലിന്റെ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സുകൾ ആക്രമിക്കപ്പെടുന്ന സംഭവം ഉണ്ടായി. അങ്ങനെ തിരിച്ചും ഇരുഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇസ്രായേൽ അവരുടെ യുദ്ധ ലക്ഷ്യം നിറവേറ്റിയില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അവരുടെ യുദ്ധ ലക്ഷ്യം നിറവേറ്റുന്നതിൽ അല്ലെങ്കിൽ അത് കൈവരിക്കുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷേ ഇത് ഇസ്രായേൽ തോറ്റ യുദ്ധം എന്ന് നമുക്ക് വിശദീകരിക്കുവാൻ കഴിയുന്നത്. ആരും വിജയിച്ചിട്ടില്ല എങ്കിലും ഇസ്രായേലിന് അവരുടെ യുദ്ധ ലക്ഷ്യം, ഒന്ന്, ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവസാന നിമിഷം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഫോർദോ അതുപോലെ നദാൻ മുതലായ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. പക്ഷേ അതിനുശേഷമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അവിടെ ആണവ ചോർച്ചയൊന്നും ഉണ്ടായിട്ടില്ല, ആണവ കേന്ദ്രങ്ങളുടെ ഉപരിതലത്തിൽ മാത്രമാണ് അമേരിക്കയ്ക്ക് തകർക്കുവാൻ കഴിഞ്ഞത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഒപ്പം തന്നെ ചില റിപ്പോർട്ടുകൾ, ഇന്നൊക്കെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ, അമേരിക്ക ഇറാനെ നേരത്തെ അറിയിച്ചിരുന്നു, അഥവാ അമേരിക്കയും ഇറാനിൽ നടത്തിയത് തങ്ങളുടെ മുഖം രക്ഷിക്കുവാനുള്ള ഒരു ആക്രമണമായിരുന്നു. കാരണം അമേരിക്ക നിരന്തരം ആവശ്യപ്പെടുകയാണ് ഇറാൻ തങ്ങളുടെ ആണവായുധ വ്യാപന നിരോധന കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുന്നു. പക്ഷേ ഇറാൻ അതിന് തയ്യാറായില്ല. തങ്ങളുടെ സമാധാനപൂർണ്ണമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആണവായുധം വികസിപ്പിക്കും, പക്ഷേ ഒരിക്കലും അതൊരു ആയുധത്തിന് വേണ്ടി ഉപയോഗിക്കില്ല എന്ന് ഇറാൻ പറഞ്ഞെങ്കിലും അമേരിക്ക പറഞ്ഞത് ഒരു അണുപോലും നിങ്ങൾക്ക് ഇത്തരം യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അമേരിക്ക അനുവദിക്കില്ലെന്നായിരുന്നു. പക്ഷേ ഇറാൻ അവരുടെ നിലപാടുകൾ ഉറച്ചു നിന്നു. അവസാനം അമേരിക്ക തങ്ങളുടെ മുഖം രക്ഷിക്കുവാൻ വേണ്ടി ഒരു ആക്രമണം നടത്തി എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം നഥാനിൽ നിന്നും ഒപ്പം മറ്റുള്ള ആണവ കേന്ദ്രങ്ങളിൽ നിന്നും ഇറാൻ ഈ ആക്രമണം ഉണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവരുടെ ആണവ സാമഗ്രികൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുന്ന, ട്രക്കുകളിലും മറ്റും മാറ്റുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. അപ്പോൾ അമേരിക്ക ഇറാനെ അറിയിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് വ്യക്തമാകുന്നു. ഒപ്പം ഇറാനും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ നേരത്തെ തന്നെ അമേരിക്ക അറിയിച്ചു. രണ്ട് രാജ്യങ്ങളും പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് നടന്നത് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അത് ഇസ്രായേലിനെ കൂടുതൽ വിഷമത്തിലാക്കുന്നു എന്ന വസ്തുത കൂടി നിലനിൽക്കുകയാണ്. എന്തായാലും നമ്മൾ ഈ സ്ഥിതിഗതികളൊക്കെ പഠിക്കുമ്പോൾ ഈ യുദ്ധം ഏകപക്ഷീയമായിരുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇസ്രായേൽ അവരുടെ യുദ്ധലക്ഷ്യങ്ങൾ നേടുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറയാം. പക്ഷേ ആരും ജയിക്കാത്ത ഒരു യുദ്ധം, നമ്മളൊരു യുദ്ധവും ആരും ജയിക്കുന്നില്ല. കാരണം ഇത് മാനവരാശിക്ക് വലിയ നഷ്ടമാണ് ഓരോ യുദ്ധവും ഉണ്ടാക്കുന്നത്. സാധാരണക്കാരായ നിരപരാധികളായ ഒരുപാട് ആളുകളുടെ ജീവനാണ് ഓരോ യുദ്ധവും അപഹരിക്കുന്നത്. യുദ്ധരഹിതമായ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇടവാങ്ങുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.